പ്രിയമുള്ളവരെ നമസ്കാരം. മുനമ്പം ഭൂമിയിലെ വഖഫ് വിവാദം വീണ്ടും പുകഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. വി.ഡി. സതീശൻ 10 നിമിഷം കൊണ്ട് പരിഹരിക്കുമെന്ന് പറഞ്ഞ വിഷയം 10 മണിക്കൂർ കൊണ്ടും പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ള പരിഹാസവുമായിട്ട് സോഷ്യൽ മീഡിയ രംഗത്ത് വരുമ്പോൾ ബി.ജെ.പി. പ്രൊഫൈലുകളിലൂടെ ഈ വിഷയത്തിന് ആര് പരിഹാരം കാണും എന്നുള്ള ചോദ്യം ഉയരുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു സത്യം എന്ന് പറയുന്നത് മുനമ്പം വിഷയം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ള സത്യം തന്നെയാണ് നാം തിരിച്ചറിയേണ്ടത്. എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ അപകടകരമായിട്ടുള്ള വസ്തുത. ആ വസ്തുത കൂടി മനസ്സിലാക്കി നാം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതായത് ഈ മുനമ്പം ഭൂമി 400-ൽ പരം ഏക്കർ എന്ന് പറയുന്ന മുനമ്പം ഭൂമി 200-ലധികം ഏക്കർ കടലെടുത്ത് പോയതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ കടലെടുത്തു പോയ ഭൂമിയിൽ തുടങ്ങുന്ന ഈ വിവാദം പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് കേരളത്തിൽ സർക്കാർ അധീനതയിലുള്ള ഏക്കറു കണക്കിന് വസ്തു ഇനി വഖഫിന് തീറെഴുതുവാൻ വേണ്ടിയിട്ട് വി.ഡി. സതീശൻ സർക്കാർ ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യാദൃച്ഛികമൊന്നുമല്ല. കൃത്യമായിട്ട് കെ.എം. ഷാജി പറഞ്ഞതുപോലെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സമുദായത്തിന് കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട് എങ്കിൽ അത് പിടിച്ചു വാങ്ങുവാൻ വേണ്ടിയിട്ട് തങ്ങളുടെ സമുദായത്തിന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള വസ്തുവകകളിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ ആ അവകാശങ്ങൾ ബലാത്കാരമായിട്ട് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അതിനു തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ മുന്നോട്ട് പോകുന്ന വി.ഡി. സതീശന് മറിച്ചൊന്നും ചിന്തിക്കാനില്ല, മറിച്ചൊന്നും പ്രവർത്തിക്കാനില്ല. കൃത്യമായിട്ടും കേരളത്തിന്റെ ഏതു ഭാഗത്താണ് കേരളത്തിന്റെ റവന്യൂ വസ്തു ഇവിടുത്തെ വഖഫിന് തീറെഴുതാൻ പോകുന്നത് എന്ന് മാത്രമാണ് കേരളം ഇനി കണ്ണു തുറന്ന് കാണാൻ പോകുന്നത്. അതുകൊണ്ട് മുനമ്പം വിഷയം പരിഹരിക്കില്ല, മുനമ്പം വിഷയത്തിന് മുനമ്പം ജനതയ്ക്ക് ഇനി ആര് കാവൽ നിൽക്കും എന്നൊക്കെയുള്ള ചോദ്യം അതൊക്കെ വെറും വൃഥാവിലാണ്. ആ ചോദ്യത്തിനൊന്നും ഇവിടെ പ്രാധാന്യമില്ല. മുനമ്പം ജനതയ്ക്ക് കാവൽ നിൽക്കേണ്ട ഗതികേടല്ല. ഈ സർക്കാരിൽ നിന്ന് കേരളത്തിന്റെ റവന്യൂ ഭൂമിയെ ആര് സംരക്ഷിക്കും, ഈ കേരളത്തെ ആര് സംരക്ഷിക്കും എന്നുള്ള ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹമാണ് ഉയർത്തേണ്ടത്. പ്രത്യേകിച്ച് ഞാൻ കേരളത്തിന്റെ ഹിന്ദു സമൂഹത്തോട്, കേരളത്തിന്റെ മതേതരവാദിയായിട്ടുള്ള കേരളത്തിന്റെ മതേതര ഹിന്ദുവിനോട് പറയുന്നു, നമുക്ക് അന്യമാകുന്ന മണ്ണായിട്ട് കേരളത്തിന്റെ മണ്ണ് മാറുന്നു എങ്കിൽ കേരളത്തിന്റെ മണ്ണിനെ സംരക്ഷിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഈ കേരളത്തിൽ ഓരോ ഹിന്ദുവിനും ഇനി അതിജീവിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഇനിയുള്ള കാലം പോരാട്ടത്തിന്റെ കാലഘട്ടമായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ ഗ്രാമങ്ങളിലും ഹൈന്ദവ സമൂഹത്തെ ഏകീകരിച്ചുകൊണ്ട് ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് അജയ്യമായിട്ടുള്ള ശക്തിയായിട്ട് ഹൈന്ദവ സമൂഹത്തെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് നേരിടാം. നന്ദി.